നിങ്ങളിതൊന്ന് കേൾക്കണം. വാപ്പ കല്യാണം കഴിച്ച ദിവസങ്ങളാകുമ്പോ ഉമ്മാക്ക് സൂക്കേട് ഇറങ്ങി. പോവാത്ത ഹോസ്പിറ്റലില്ല, കാണിക്കാത്ത ഡോക്ടർമാരുമില്ല. ആ വേദന കടിച്ചു തിന്നുമ്പോ ഉമ്മാന്റെ പ്രാർത്ഥന കേട്ട് ഒരു മോനെയും പ്രസവിച്ചു. പിന്നെ അങ്ങോട്ടുള്ള ജീവിതമൊക്കെ മോന് വേണ്ടിയിട്ടാ. മരണത്തിന്റെ ജീവന്റെ ഇടയിൽ ഞാൻ എങ്ങനോ വളർന്നു. ഒരാളെ മുന്നിൽ കൈ നീട്ടാതെ എങ്ങനോ വളർന്ന് 10-18 വയസ്സുമായി. അന്ന് ഞാൻ കൂടെയുള്ള ചെക്കന്മാര് മുടി നീട്ടുന്നത് കണ്ട് ഞാനും മുടി നീട്ടി. അതുപോലെ തന്നെ വാപ്പന്റെ മീശ കണ്ടിട്ട് ഞാനും മീശ വെച്ചു. ഒരു ലൂസുള്ള പാന്റ് ഇട്ടപ്പോ നാട്ടുകാരെനിക്ക് പേരിട്ടു കഞ്ചാവീണ്, കള്ളുകുടിയനാണെന്ന്, ഒരേക്ക് കയറ്റാൻ പറ്റാത്തവനാണെന്ന്, അങ്ങനെ പല പല പേര്. ലാസ്റ്റ് അതും പോരാഞ്ഞിട്ട് നേർച്ചപ്പെട്ടിയിലെ പൈസ പോയിന്ന് പറഞ്ഞു അതും എന്റെ മേൽ കിട്ടു. ഞാൻ കരഞ്ഞു പറഞ്ഞു ഞാനല്ലാന്ന് പള്ളി കമ്മിറ്റിയിൽ വന്നിട്ട്. എന്നിട്ട് നിങ്ങൾ എന്താ പറഞ്ഞത്? ഇനി അല്ലാതെ വേറെ ആരെടുക്കാനാണെന്ന്. അവിടെ ഞാൻ തോറ്റുപോയി. ലാസ്റ്റ് എന്റെ ഉമ്മാന്റെ ഉപ്പാനെയും ചെവിയിലെത്തി. ഉമ്മാന്റെ ഉപ്പാനെ മാത്രം സ്നേഹിച്ച അവരെന്നെ വെറുത്തു തുടങ്ങി. എന്റെ പേരും പറഞ്ഞിട്ട് അവര് ദിവസവും കരിയാ. ഞാൻ എത്ര പറഞ്ഞിട്ടും കാര്യമില്ല, അവരെ പറഞ്ഞിട്ട് കാര്യമല്ലല്ലോ, അവര് പാവങ്ങളാണ്. വാപ്പ ഒരു ദിവസോ കരഞ്ഞ എന്നോട് പറയാ, മോനെ ഇനി നാട്ടിൽ നിന്ന് പോട്, ഇനി എങ്ങോട്ടെങ്കിലും പോട്, ഇനി നാട്ടുകാർക്കോട് പറയിപ്പിക്കല്ലാന്ന്. അങ്ങനെ കണ്ടിയിലെ റോപ്പിന്റെ അടുത്തുനിന്ന് ഒരു പേപ്പർ തന്നെ പറഞ്ഞ് ഈ പേപ്പറിൽ ഇനി പോണോന്ന്. എന്നിട്ടും തീർന്നില്ല. എന്ത് ബുദ്ധിമുട്ടാണെങ്കിലും ഞാൻ അവിടെ നിന്നോന്ന് പറഞ്ഞു. അവിടെ എത്തിയപ്പോ സൗദിന്റെ ആട്ടും തുപ്പും കേട്ട് ഞാൻ 5 കൊല്ലം നിന്നു. ലാസ്റ്റ് ഓന് 2 കൽപ്പിച്ച് ഏൽപ്പിച്ചെന്ന്. എല്ലാം വിറ്റ് പെറുക്കിയിട്ട് ഉമ്മാന്റെ കൈമേൽ ഒരു വള ഉണ്ടായിരുന്നു. കവമ്പട വാങ്ങാനോ കവറുടെ കല്ല് വാങ്ങാനോ. എന്നാലും